ശാരീരിക വൈകല്യങ്ങൾ മറന്ന് ശശികുമാർ ശബരിമല ദർശനം നടത്താൻ തുടങ്ങിയിട്ട് 13 വർഷക്കാലം. ഒരു മുച്ചക്ര വാഹനത്തിനായി കരുണയോടെ കാത്തിരിക്കുകയാണ് വൈക്കം കുഴവച്ചൂർ കൊച്ചുപുത്തേടത്തെ വീട്ടിൽ ശശികുമാർ. നല്ല വഴിയെങ്ങളരുടേടുക തെളിഞ്ഞ് നല്ലതു വരുത്തുക നമുക്കു നിലവയ്യ നല്ല വഴിയെങ്ങളരുടേടുക തെളിഞ്ഞ് അല്ലലകലേണമതിനായിതൊഴുന്നേ ചൊല്ലെഴുന്ന ശബരിമലയാണ്ട നിലവയ്യ. വൈക്കം കുടവച്ചൂർ കൊച്ചുപുത്തേഴത്ത് വീട്ടിൽ ശശികുമാർ എന്ന വ്യക്തിയുടെ ജീവിതം തന്നെ ഒരു തീർത്ഥയാത്രയാണ്. വൈകല്യം തളർത്താത്ത ശരീരവുമായി ഒരു പഴഞ്ചൻ മുച്ചക്ര സൈക്കിളിൽ കഴിഞ്ഞ 13 വർഷക്കാലമായി ഇദ്ദേഹം ശബരിമല ദർശനത്തിന് പോകുന്നത് മനസ്സു നിറയെ അയ്യനോടുള്ള ഭക്തിയും വഴിനീളെ ആവൽ ബാന്ധവന്റെ കരുതലുമുണ്ടാവുമെന്ന ഉത്തമ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. പതിവ് പോലെ ഇത്തവണയും ഇദ്ദേഹം വൈക്കം ചേരംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ച് പൊന്നമ്പലവാസനെ കാണാൻ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. 13 ദിവസം യാത്ര ചെയ്താണ് പന്തളത്തെരജിന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ ഇദ്ദേഹം എത്തിയത്. യാത്രയിലുടനീളം അയ്യപ്പ ഭക്തർ നൽകുന്ന സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ മോക്ഷമല യാത്ര. ഏതാണ്ട് 1.5 മാസം എടുക്കും തീർത്ഥാടനം പൂർത്തിയാക്കി ഇദ്ദേഹം തിരികെ കൊച്ചുപുത്തേഴത്തെ വീട്ടിലെത്താൻ. സ്വാമിയെ കാണാനുള്ള യാത്രയ്ക്കായി കുറച്ചുകൂടി സൗകര്യപ്രദമായ ഒരു മോട്ടോർ ഘടിപ്പിച്ച മുച്ചക്ര സൈക്കിളിനായി ഇദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല. ഈ കയറ്റമില്ലാത്ത വഴിയൊക്കെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. കയറ്റം ഇതിന് പറ്റൂല. എനിക്കൊരു മോട്ടോർ വെച്ച വണ്ടിയാണ് എനിക്ക് വേണ്ടത്. സർക്കാരിന് ഇതിനു മുമ്പ് പല അപേക്ഷകളും കൊടുത്തിട്ട് പോലും എനിക്ക് ഇതുവരെ യാതൊരു വിവരവും എനിക്ക് തന്നിട്ടില്ല. ഒരു മോട്ടോർ വെച്ച വണ്ടി അയ്യപ്പൻ അനുഗ്രഹിച്ച അടുത്ത വർഷം ഒരു മോട്ടോർ വെച്ച വണ്ടി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ കൈ കൊണ്ട് കറക്കി കൈയൊക്കെ ഭയങ്കര വേദനയായിരിക്കും. കുടവച്ചൂർ ഗ്രാമപഞ്ചായത്ത് മുതൽ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് വരെ ഈ വികലാംഗൻ കയറിയിറങ്ങിയെങ്കിലും ഇനിയും അധികാരികൾ ഇദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥയ്ക്ക് നേരെ കണ്ണു തുറന്നിട്ടില്ല. കോട്ടയത്തെ 2005 നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തിന് മോട്ടോർ ഘടിപ്പിച്ച മുച്ചക്ര വാഹനം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടും ആ നിർദ്ദേശം ഏത് ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഇദ്ദേഹത്തിന് നിശ്ചയവുമില്ല. കഴിഞ്ഞ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും ഇദ്ദേഹം അപേക്ഷ നൽകിയിരുന്നു. എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഇദ്ദേഹം കണ്ണീരോടെ ഓർക്കുകയാണ്. ഏതാണ്ട് 15 വർഷം മുമ്പ് ഇദ്ദേഹം തന്നെ സ്വന്തം ശാരീരിക വൈകല്യം മറന്ന് ദില്ലിയിൽ പോയാണ് ഇപ്പോഴത്തെ മുച്ചക്ര വാഹനം കൊണ്ടുവന്നത്. ദില്ലി സ്വദേശിയായ ഒരു മഹാമനസ്കന്റെ സമ്മാനമായിരുന്നു ഇപ്പോഴത്തെ വണ്ടി. എന്നാൽ കാലപ്പഴക്കത്തിൽ ഇനിയൊരു ശബരിമല യാത്രയ്ക്ക് ഈ വണ്ടിക്ക് ബാല്യമുണ്ടോ എന്ന് സംശയമാണ്. യാത്രയിൽ വണ്ടിക്ക് സംഭവിക്കുന്ന കേടുപാടുകൾ മഹാമനസ്കരായ ആളുകളാണ് ശരിയാക്കി തരുന്നതെന്നും ഇദ്ദേഹം നന്ദിയോടെ ഓർക്കുന്നു. വീരൊക്കെ പോയി അപ്പുറത്തെ ജംഗ്ഷനിൽ വെച്ച് ഒരു സ്വാമിയാണ് എന്നെ സഹായിച്ചത്. ആ സ്വാമിയുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തുടർച്ചയായ 13 വർഷം ശബരീശ സന്നിധിയിലെത്തി തന്റെ ദുഃഖങ്ങൾ കലിയുഗവരതന്റെ കാൽക്കൽ സമർപ്പിച്ച ശശികുമാറിന് ഇനിയും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. തന്റെ യാതനകളും വിഷമങ്ങളും സാക്ഷാൽ സ്വാമിപാദങ്ങളിൽ സമർപ്പിച്ച് ഇദ്ദേഹം തീർത്ഥാടനം തുടരുകയാണ്. ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ ആഗ്രഹം സബലീകരിക്കുമെന്ന പ്രതീക്ഷയോടെ, ഒപ്പം സ്വാമി അയ്യപ്പൻ തന്നെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ നടത്തട്ടെ എന്ന പ്രാർത്ഥനയോടും.